അദ്ദേഹം പ്രചരണം തുടങ്ങി. അദ്ദേഹം ജയിച്ചു വരും. ബേപ്പൂർ MLA ആയിരിക്കും. ഉറപ്പായിട്ടും. കേരളത്തോടുള്ള പകപോക്കലാണ് കേന്ദ്ര ഗവൺമെന്റ് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളം ഒരു ജനാധിപത്യ മതേതര സംസ്കാരമുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ BJPക്ക് തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല, അവർ രാഷ്ട്രീയ മേൽക്കൈ നേടുന്നില്ല എന്നതിൻ്റെ പ്രതികാരമാണ് ജനങ്ങളുടെ ഈ ബഡ്ജറ്റിലെ ക്രൂരമായ അവഗണന. കേരളത്തിൻ്റെ വികസനാവശ്യങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ കേവലം ഒരു ആമ വളർത്ത് കേന്ദ്രത്തിൽ ഒതുങ്ങിയിരിക്കുകയാണ്. എല്ലാ മേഖലയും തകർക്കുന്ന എയിംസ്, അതുപോലെ അതിവേഗ റെയിൽപാത, ഇതിനെല്ലാം അവഗണിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റ്, അതിനെതിരെ പ്രതികരിക്കാൻ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ പോലും തയ്യാറാകണം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എന്തോ ഒരു അവകാശവാദം ഉന്നയിച്ചതായിട്ട് കേട്ടു. അദ്ദേഹം എന്ത് അവകാശവാദം? അടിസ്ഥാനരഹിതമാണ്. എല്ലാ തലത്തിലും അവഗണനയാണ്. കടുത്ത നിരാശയാണ് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് കേരളത്തിലെ ജനങ്ങൾ ഈ ബഡ്ജറ്റിനെതിരെ ഉയർത്തുന്നത്. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയില്ല, മനസാക്ഷി അനുവദിക്കുന്നില്ല. അദ്ദേഹം ജനപ്രതിനിധിയല്ലേ? പ്രതിഷേധം രേഖപ്പെടുത്താൻ അദ്ദേഹം തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇന്ന് നിയമസഭയിൽ കേസിന്റെ പ്രതികൾക്ക് അനധികൃതമായി പരോൾ നൽകുന്നതിനെ കുറിച്ചുള്ള അടിയന്തര നിർണയം കൊണ്ടുവന്നിരുന്നു. അത് ചർച്ചക്കെടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല, തള്ളുകയാണ്. സർക്കാരിന് ഭയമാണല്ലോ. കേസിലെ പ്രതികൾ ഉൾപ്പെടെ രമയാണ് ആ പ്രമേയം കൊണ്ടുവന്നത്. രമയുടെയും പ്രതിപക്ഷത്തിൻ്റെയും വാക്കുകൾ കേൾക്കാൻ കേരള സർക്കാരിന് ഭയമാണ്. CPMന്റെ പ്രതികൾക്ക് ജയിലിൽ കഴിയുന്നവർക്ക് അവർക്ക് ശമ്പളം അല്ലെങ്കിൽ കൂലി കൂട്ടിക്കൊടുത്ത സർക്കാരാണ്. കാരണം എന്താണ്? കൊലക്കേസ് പ്രതികൾ, തടവ് ശിക്ഷ അനുഭവിക്കുന്നവർ, വിചാരണ പ്രതികൾ അധികവും CPMന്റെ ആളുകളാണ്. പാർട്ടി പ്രേരിപ്പിച്ചുള്ള കൊലപാതകങ്ങളും അക്രമങ്ങളും നടത്തിയ കേസിലെ പ്രതികളാണ്. അവർക്ക് അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ട് പരോള് നൽകുന്നു, എല്ലാ സംരക്ഷണവും നൽകുന്നു. അവസാനം അവർക്ക് കൂലിയും വർദ്ധിപ്പിച്ചു കൊടുത്തു. ആശാ വർക്കർമാർക്കല്ല, ക്രിമിനലുകൾക്കാണ് കേരള സർക്കാർ പരിഗണന നൽകുന്നത്. അതൊക്കെ മുന്നോട്ട് പോകുന്നു നന്നായിട്ട്. വളരെ 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 ഫ്രണ്ട്ലി, വളരെ ഫ്രണ്ട്ലി. അദ്ദേഹം പ്രചരണം തുടങ്ങി. അദ്ദേഹം ജയിച്ചു വരും. ബേപ്പൂർ MLA ആയിരിക്കും. ഉറപ്പായിട്ടും. സ്വന്തം ഓഫീസ് ആർക്കും തുടങ്ങാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.